ആദ്യം പറഞ്ഞത് മുഹമ്മദ് അലി ജിന്ന. ദേശീയവാദം തന്നെ എന്തോ ഒരു മോശം സംഗതി എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയല്ലേ. ദേശീയവാദിയായിരുന്ന ജിന്ന പറഞ്ഞ വസ്തുതയാണ്. നിങ്ങളിപ്പോ ഖിലാഫത്തിന്റെ പേരിൽ ഈ വർഗീയതയെ ചൊറിഞ്ഞുണർത്തിയാൽ അതിനെ പിന്നെ സമാധാനിപ്പിക്കാൻ ഗാന്ധിജിയല്ല, സാക്ഷാൽ അള്ളാഹ് വന്നാലും സാധ്യമല്ലെന്നാണ് അന്ന് ജിന്ന പറഞ്ഞത്. അമേരിക്ക അങ്കലാപ്പിൽ. ഭാരതത്തിന്റെ ഈ സമീപകാലത്തെ ഉയർത്തെഴുന്നേൽപ്പ് ചൈനയെ വിരൽ പിടിപ്പിക്കുന്നത് പോലെ തന്നെയോ അതിനേക്കാളേറെയോ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നത് അമേരിക്കയാണ് എന്നതാണ് വാസ്തവം. യൂറോപ്പ് മരിക്കുകയാണ്. ഇന്ന് അവർ പറയുന്നു അവിടുത്തെ നിയമം ഞങ്ങൾ തീരുമാനിക്കും. ഡഗ്ലസ് മറേ പ്രസിദ്ധനായിട്ടുള്ള ലേഖകൻ, അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ തലക്കെട്ടാണ് എനിക്കിതിന് ഉത്തരമായി പറയാനുള്ളത്. സ്ട്രെയിഞ്ച് ഡെത്ത് ഓഫ് യൂറോപ്പ്. യൂറോപ്പ് മരിക്കുകയാണ്. മനസ്സ് തുറന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ കൺവീനർ ജെ നന്ദകുമാർ. 3 പതിറ്റാണ്ടൊക്കെ എടുക്കുമായിരുന്നു തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്താൻ. ഇപ്പോ തിരിച്ചറിവ് അല്പം കൂടി വേഗത്തിലാവുന്നുണ്ട് തോന്നുന്നു. ഭാരതീയതയില്ലാത്ത കേരളം വലിയ അപകടമാണ്. കേരളമില്ലാത്ത ഭാരതം അപൂർണവുമാണ്. ദ ബിഗ് ഇന്റർവ്യൂ ആദ്യ ഭാഗം ഇന്ന് രാത്രി 8:30.